സമരങ്ങളുടെ പൈതൃകം വിളിച്ചറിയിക്കുന്ന വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വിമാനത്താവള വിരുദ്ധ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു സമരത്തിന് തുടക്കം കുറിച്ചത്. സമരത്തിന് പിന്തുണയുമായി എത്തിയ രാഷ്ട്രീയ, സാമൂഹിക, മത നേതാക്കന്മാർ ഒന്നിച്ചു നിന്ന് ദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആറന്മുള വിമാനത്താവള പദ്ധതി വേഗത്തിൽ ഉപേക്ഷിക്കുന്നതാകും സർക്കാരിന് നല്ലതെന്നും അല്ലെങ്കിൽ സർക്കാരിന് ദോഷം ചെയ്യുമെന്നും നടൻ സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനമാണ് സുരേഷ് ഗോപി നടത്തിയത്. ഡൽഹിയിലിരിക്കുന്ന ചില ഏമാന്മാർക്ക് വേണ്ടി ദല്ലാൽ പണി ചെയ്യുന്ന കേരള സർക്കാരിന്റെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ പറയൂ. അതിന്റെ ഉള്ളടക്കം വേദിയിലിരിക്കുന്നവർക്കെല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആറന്മുളയിലുള്ള 99% ആൾക്കാർക്കറിയാം. വിമാനത്താവള വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്ന സമിതികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സത്യാഗ്രഹം നടക്കുന്നത്. സമരത്തിന് ആദ്യ സമയത്ത് തന്നെ പിന്തുണയറിയിച്ചെത്തിയ കവയത്രി സുഗതകുമാരി, മുൻ മന്ത്രിമാരായ MA ബേബി, മാത്യു ടി തോമസ്, NK പ്രേമചന്ദ്രൻ, M വിജയകുമാർ, ബിനോയ് വിശ്വം, കോൺഗ്രസ് നേതാക്കളായ പീലിപ്പോസ് തോമസ്, മാലേത്ത് സരളാദേവി, ഗീവർഗീസ് മാർ കൂറിലോസ്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി H ഷഹീർ മൗലവി, BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേരാണ് സമരത്തിന് പിന്തുണയറിയിച്ചെത്തിയത്. നാടിന്റെ പൈതൃകം നശിപ്പിക്കുന്നതിനും പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനുമെതിരെ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ സമരത്തിന് പിന്തുണയറിയിച്ചെത്തിയിരുന്നു. KGS കമ്പനിക്ക് മുന്നിൽ ആരംഭിച്ച സമരത്തിന് ദിവസവും 100 പേരാണ് പങ്കെടുക്കുന്നത്. ഇതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും സമരസമിതി നടത്തിക്കഴിഞ്ഞു. മീഡിയ 1 പത്തനംതിട്ട.